ഹിൻഡൽകോ ഇൻഡസ്ട്രി ലിമിറ്റഡ് അവർ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കോടിയിലാണ്. അപ്പൊ നമുക്ക് ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ 24,780 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 24,264 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 2% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 22,262 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 11% കൂടിയതായിട്ട് നമുക്ക് കാണാം. ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 25,030 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 24,577 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 2% കൂടിയതായിട്ട് കാണാം. കഴിഞ്ഞ ഫിനാൻഷ്യലിലെ ടോട്ടൽ ഇൻകം എത്രയാണ്? 23,087 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 8% കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 21,778 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 21,853 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 0.34% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 20,239 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 8% കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,266 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1,862 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 22% നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 1,891 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 20% നെറ്റ് പ്രോഫിറ്റ് കൂടിയതായിട്ട് കാണാം. അതുപോലെ നമ്മൾ ഏർണിംഗ് പെർ ഷെയർ EPS നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ബേസിക് എന്നും ഡൈലൂട്ടഡ് എന്നും കാണാൻ സാധിക്കും. അതായത് കമ്പനി തന്റെ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ ചെയ്തതിന്റെ ഫലമായി ഷെയറിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലെയും ഈ വർഷത്തെ ക്വാർട്ടറിലെയും EPS പുതിയ ഷെയറിന്റെ എണ്ണത്തിൽ തിരുത്തി എഴുതിയേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബേസിക് ഡൈലൂട്ട് എന്ന രണ്ട് രീതി കാണുന്നത്. അപ്പം ഈ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ ഈ ക്വാർട്ടറിലെന്ന് പറഞ്ഞത് 10.21 അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 8.38 ആണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 22% കൂടിയതായിട്ട് കാണാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലോ 8.51 പൈസയായിരുന്നു EPS വരുന്നത്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 20% കൂടിയതായിട്ട് കാണാം. അപ്പൊ നമുക്ക് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു ഗ്രോത്ത് ഉണ്ട്. അതുപോലെ ഇയർ ടു ഇയർ പറയുവാണെങ്കിലോ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു 0.34% കുറഞ്ഞിട്ടുണ്ട്. ഇയർ ടു ഇയർ ഒരു 8% കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ക്വാർട്ടർലിയും ഇയർലിയും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. EPSനും ക്വാർട്ടറിലും ഇയർലിയും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ക്വാർട്ടറിലും ഇയർലിയും കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്.